ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഓണമൊക്കെയല്ലേ വരാൻ പോണത്. അപ്പോൾ ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചുരിദാറാണ് ഞാൻ തയ്ച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് തയ്ക്കാനായിട്ടുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതെനിക്ക് ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വെറും ഒരു 30 രൂപയ്ക്കാണ് എനിക്ക് ഈ ഒരു പീസ് തുണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തുണി നോക്കിയപ്പോൾ ഒരു ചെറിയ ടോപ്പ് തയ്ക്കാനുള്ള തുണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അളവിന് ഒരു ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു തുണിയിൽ അത്യാവശ്യത്തിന് ഒരു വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതേ, ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിച്ച് കിടക്കുന്ന മെറ്റീരിയലാണ്. തയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള മെറ്റീരിയലിൽ, അതായത് നന്നായി ഇങ്ങനെ ഇഴുകി കിടക്കുന്ന മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ, അതായത് ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഈ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗവും ഒക്കെ ഇങ്ങനെ, അതായത് ചുളിഞ്ഞൊക്കെ പോകാറുണ്ടാവും റെഡിക്ക് കിട്ടാതെ. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ലൈനിങ്ങും കൂടി വെക്കുക. ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ, ഇതുപോലെ തന്നെ ഇഴുകിക്കെടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് മെഷീനിൽ തയ്ക്കുമ്പോഴേ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, ഇങ്ങനെ ഇഴുകി പോയിട്ട്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്ക്കേണ്ടതെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. വർക്ക് ഞാൻ ആരി വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഞാൻ നമ്മുടെ ലൈനിങ് തുണി, അതായത് ലൈനിങ് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അളവ് ചുരിദാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് ചുരിദാറിൽ ചെയ്തിട്ടുള്ള വർക്കും ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ആരി വർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ ഞാനിതുപോലെ മടക്കിയിട്ടിട്ട് നമ്മുടെ ഒരു അളവ് ചുരിദാർ വെച്ചിട്ട് ഒന്ന് ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡ് ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗം കൂടി, അതായത് നമ്മൾ വണ്ണം മാർക്ക് ചെയ്തിട്ടുള്ള ബാക്കി വേസ്റ്റായി നിൽക്കുന്ന ആ ഒരു പീസ് ഞാൻ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പീസ് തുണിയായ കാരണം ഒരുപാട് നമുക്ക് വെട്ടിക്കളയാനില്ല കേട്ടോ, കറക്റ്റ് അളവാണ്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള തുണിയുടെ കട്ടിങ് കഴിഞ്ഞിട്ട് താഴ്ഭാഗത്ത് ഇതേ ലൈനിങ് മടക്കിയിട്ടിട്ട് ലൈനിങ്ങിൽ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഴുകിക്കിടക്കുന്ന തുണിയൊക്കെ ആകുമ്പോൾ പരമാവധി കറക്റ്റ് ഒപ്പാക്കിയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ നമുക്കത് തയ്ച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ എത്ര കറക്റ്റാക്കിയാലും കുറച്ച് നമുക്ക് കൂടുതലായിട്ട് വരും കേട്ടോ. അത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് പകുതി ആകുമ്പോൾ കറക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാനുള്ളതേ, ഇതുപോലെ നമ്മുടെ ലൈനിങ് തുണീനെ താഴ്ഭാഗത്ത് വിരിച്ച് വെക്കുക. അതിനുശേഷം മെയിനായിട്ടുള്ള തുണീനെ അതിൻ്റെ മേൽഭാഗത്തേക്ക് വെക്കുക കേട്ടോ. ഇതുപോലത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ തയ്ക്കുമ്പോൾ നമ്മുടെ മെഷീനിൽ വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഴുകി പോകുന്ന ഒക്കെ തോന്നുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഒരു മേശയിലോ അങ്ങനെ ഇതുപോലെ മെയിനായിട്ടുള്ള തുണിയും ലൈനിങ്ങും കൂടി കട്ട് ചെയ്തതിനെ കറക്റ്റായിട്ട് നിർത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഒന്ന് സൂചി കുത്തി വെച്ചിട്ടേ സൈഡ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ നമ്മുടെ സൂചി നൂലെടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് തുന്നിയെടുക്കുക കേട്ടോ. അതായത് അവിടെ ഇവിടെ ഒന്ന് കുത്തിക്കോർക്കില്ലേ അതുപോലെ. അങ്ങനെയായിട്ടും തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്ക്കാനായിട്ട് പറ്റി. ഞാനിപ്പോൾ ഇവിടെ അതുപോലെ തുന്നുന്നില്ല കേട്ടോ. എനിക്കിതിങ്ങനത്തെ തുണികൾ തയ്ച്ചിട്ട് കുറച്ച് ശീലമായ കാരണം ഞാൻ നേരിട്ട് മെഷീനിൽ വെച്ചിട്ട് വലിയ കണിയിട്ട് തയ്ച്ചെടുക്കാറാണ് ചെയ്യാറ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതുപോലെയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചെറുതായിട്ട് തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഴുകി കിടക്കുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് മെലിഞ്ഞിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ ജോർജറ്റ് അങ്ങനെയുള്ളതാണ് കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ എനിക്ക് തയ്ക്കാനായിട്ട് കുഴപ്പമില്ല. അത് കാരണമാണ് ഞാൻ ഇതുപോലെ നേരിട്ട് തയ്ച്ചെടുക്കുന്നത്. തുന്നിയെടുക്കണതും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലേ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന പോലെ വലിയ കാണിയിട്ടിട്ട് ഒന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തയ്ക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ഒപ്പാക്കി വെക്കുക കേട്ടോ. അതിന് ശേഷം തയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു സൈഡ് മുഴുവനായിട്ട് തയ്ച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം കൂടി തയ്ക്കണേ. അതുപോലെ വേറൊരു പീസും കൂടി ഉണ്ടാവുമല്ലോ, ആ ഒരു പീസും ലൈനിങ്ങും മെയിനായിട്ടുള്ള തുണിയും തമ്മിൽ കൂട്ടി തയ്ച്ച് നമുക്ക് എടുക്കാം. നമ്മൾ തയ്ക്കുന്ന ഈ ഒരു തുണീനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇത് 30 രൂപയ്ക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ തയ്ക്കുന്നവരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം അങ്ങനെ വാങ്ങിക്കാറുണ്ടാവും. നമ്മുടെ തുണിക്കടയിൽ പോണ സമയത്തേ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്ത്
ഇങ്ങനെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടയിലോ ബക്കറ്റിലോ ഒക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസുകളും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവേ. അപ്പം നമുക്കത് ചിലപ്പോൾ ഒരു പീസ്, അതായത് നമുക്ക് അളവ് നോക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനെ അവർ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തുണി നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപോലത്തെ 2 കെട്ട് പോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു 20 രൂപയാവുള്ളൂ, ഒരെണ്ണത്തിന് 10 രൂപയൊക്കെ വെച്ചിട്ടേ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് സൂപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വീട്ടിൽ വന്ന് നമുക്ക് നിർത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എത്ര തുണി ഉണ്ടാവുമെന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു തുണി തന്നെ എനിക്ക് എടുത്തപ്പോൾ, അതായത് ഇത് ഭയങ്കര കനം കുറഞ്ഞ തുണിയായ കാരണേ എടുത്തപ്പോൾ മനസ്സിലായില്ല കേട്ടോ ഇത്രയ്ക്ക് തുണി ഉണ്ടാവും എന്നുള്ളത്. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇതിൽ തുണി അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നത് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ചുരിദാറിൻ്റെ കഴുത്ത് ഞാൻ ഇതിൽ നേരിട്ട് വെട്ടിയിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ക്യാൻവാസ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ഷോൾഡറും കൈയും ഒക്കെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മെയിനായിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ആക്കണതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതേ, മേൽഭാഗത്ത് നിന്നിട്ട് ഷേപ്പ് വരച്ച് നമ്മൾ ഏറ്റവും നമ്മുടെ സൈഡ് ഭാഗത്ത് എത്തുമ്പോൾ നിർത്തുമല്ലോ നമ്മുടെ വണ്ണത്തിൻ്റെ ഭാഗം, അവിടെ നിന്നിട്ട് ഇതേപോലെ കേട്ടോ നേരെ താഴോട്ട് ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ നിൽക്കുന്ന തുണീനൊന്ന് കട്ട് ചെയ്യണേ. അങ്ങനെ കട്ട് ചെയ്യാണ്ട് അടിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് നല്ല ഭംഗിയിൽ കിട്ടാണ്ട് ചുക്കി ചുളിഞ്ഞ് പോവുക. ഈ ഒരു ഭാഗത്ത് കുറച്ച് വീതിയിൽ തുണി നിൽക്കണമെന്ന് വെച്ചിട്ടായാലും നമ്മളിങ്ങനെ ഒന്ന് സൈഡ് ഭാഗം വലിയ തിരക്കേടില്ലാണ്ട് വരച്ചിട്ടായി അടിച്ചാലും കറക്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. കൂടുതലാക്കി നിർത്തിക്കഴിഞ്ഞാൽ പരമാവധി ഇതുപോലെ നേരെ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം. ഇനി തീരെ സ്ലിറ്റിൻ്റെ ഭാഗം തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വരച്ച പോലെ ഇതുപോലെ വരച്ചിട്ട് 2 സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക. അതിനുശേഷം സെൻറ്റർ ഭാഗത്തെ ആ ഒരു തയ്പ്പൊന്ന് വിടിയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നല്ല വൃത്തിയിൽ തന്നെ ചുളിയാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ ചുരിദാർ അടിക്കുമ്പോഴേ അതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം തയ്ക്കാനാണ് ഇഷ്ടം. അതായത് എനിക്ക് കുഴപ്പമില്ലാണ്ട് തയ്ക്കാൻ പറ്റാറുണ്ട് എപ്പോഴും. ദേ ഇതിലുണ്ടല്ലോ നമ്മുടെ മേൽഭാഗത്ത് നിന്ന് തയ്ച്ച് വന്നപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു ചുളിവ് വരുന്നുണ്ടേ. ഈ ഒരു ചുളിവ് മാറാനായിട്ട്, ഒരുപാട് ചുളിവ് വരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു അറ്റത്തെ ഭാഗത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വരുന്ന ടോപ്പുകളിലൊക്കെ ഇതുപോലെ ഒറ്റ സ്റ്റിച്ചാണ് ഉണ്ടാവുക, തെറ്റ് ഭാഗത്ത് ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടതേ, തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ചുളിവ് പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് താഴ്ഭാഗത്ത് നിന്നിട്ട് തയ്ച്ചിട്ടേ സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗം വരുമല്ലോ, നമ്മൾ വണ്ണം അടിച്ച് നിർത്തിയിട്ടുള്ള ഒരു ഭാഗം, അവിടെ വരുമ്പോൾ ഇതേപോലെ കുത്തി നിർത്താം കേട്ടോ. അതിന് ശേഷം ഒന്നിത് തിരിച്ച് വെച്ചിട്ടേ പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്ന് പിടിക്കാം കേട്ടോ. അവിടെ ചുളിഞ്ഞ് തുണി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം ഈ ഒരു ഭാഗത്ത്. അതിന് ശേഷം ഇതേപോലെ കുറച്ചും കൂടി ഒന്ന്, അതായത് കണ്ടോ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ താഴ്ഭാഗത്ത് കുറച്ച് തുണി ഇങ്ങനെ ലൂസായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കണേ. അതിന് ശേഷം വേണം തിരിച്ച് വെച്ചിട്ട് തയ്ക്കാനായിട്ട്. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗം തയ്ച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ട്, അതായത് തിക്കുന്തരക്ക് അടിക്കാതെ ഇതുപോലെ ഒലിച്ചെടുക്കുന്ന തുണിയാകുമ്പോഴേ നമ്മൾ പരമാവധി ഇത്തിരി ക്ഷമ വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. സാധാരണ കോട്ടൻ്റെ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മടക്കിയാലും ആ ഒരു മടക്ക് അവിടെ ഉണ്ടാവുകയെ, അപ്പോൾ നമുക്ക് വേഗം തയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയ കാരണം ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വൃത്തികേടില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഒലിച്ചെടുക്കുന്ന തുണിയിലും സ്ലിറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കാം. താഴ്ഭാഗത്ത് നിന്നിട്ട് മടക്കുമ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗവും ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് മടക്കുക, എന്നിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗത്തെ സ്ലിറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. അതിന് ശേഷം ആ ഒരു ഭാഗം തയ്ക്കുക. നമ്മുടെ ചുരിദാറിൻ്റെ കംപ്ലീറ്റ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്ത് ഇതുപോലെ കുറച്ച് തുണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെതായ സെൻറ്റർ ഭാഗത്ത് കണ്ടോ ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുരിദാർ ഇടുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാവും ഈ ഒരു ചുരിദാർ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ തീരെ കനല്ലേ, പിടാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ക്യാൻവാസ് വെച്ച് തയ്ച്ചത് ഞാൻ ഹെമ്മിങ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ചിങ്ങനെ പൊന്തി വന്നിട്ട് നിൽക്കുന്നുണ്ടേ.
ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിലേ നന്നായിട്ടൊക്കെ വർക്കൊക്കെ ചെയ്ത് നമ്മൾ തന്നെ അത് വെട്ടി തയ്ച്ചിട്ടിടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ദേ ആ ഒരു താഴ്ഭാഗമൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, സ്ലിറ്റിൻ്റെ ഭാഗമായാലും താഴ്ഭാഗമായാലും. അപ്പോൾ നോക്കട്ടോ, അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഴുകി കിടക്കുന്ന തുണിയിൽ ഈ പറഞ്ഞ പോലെ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് തയ്ച്ച് നോക്കാം കേട്ടോ. 30 രൂപയ്ക്ക് എനിക്ക് കിട്ടിയ ഈ ഒരു തുണീനുണ്ടല്ലോ, ഞാൻ ദേ ഇതേപോലെ ആക്കിയെടുത്തേ. അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കയ്യർക്കൊക്കെ കുറച്ചും കൂടി വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് തുണിയല്ല ഇരുന്നത്, അതിൽ നിന്ന് ദേ നമുക്ക് കയ്യും അത്യാവശ്യം ഇറക്കിലൊക്കെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.